ഹലോ ഫ്രണ്ട്സ്, ബാംബ്ലേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം. നല്ല ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ കൂടുതൽ ആളുകൾ. ടേസ്റ്റി ആയിട്ടുള്ളതും വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തേടിപ്പോകാനും എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ആ പ്രദേശത്തെ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് എന്താണെന്ന് നോക്കി അത് ട്രൈ ചെയ്യാനും ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ദുൽഖർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ പനി പിടിച്ച് തുടങ്ങുമ്പോൾ ഒരു ബിരിയാണി കഴിച്ചാൽ ആ പനി മാറിക്കോളും തോന്നുന്ന ആൾക്കാരില്ല നമ്മളെ കൂട്ടത്തിൽ. ഞാൻ ആ കൂട്ടത്തിൽ പെട്ട ഒരാളാണ്. ചെറിയൊരു പനി പിടിച്ചിരുന്നപ്പോൾ ഒരു ഫുഡ് ട്രൈ ചെയ്യാൻ പോയൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത്. ഊണിന് പേര് കേട്ട ചാലക്കുടിക്കാരുടെ രഘു ചേട്ടൻ്റെ കട. ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂസും നല്ല റേറ്റിംഗും ഒക്കെയാണ് കാണാൻ പറ്റിയത്. നമ്മുടെ ഷെഫ് പിള്ളയും അതുപോലെ പല സെലിബ്രിറ്റീസും അവിടെ നിന്ന് ഫുഡ് കഴിച്ച് രഘുചേട്ടൻ്റെ കൂടെയുള്ള ഫോട്ടോയും കണ്ട് വലിയ എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് ഞങ്ങളവിടെ പോയത്. ചാലക്കുടിയിൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് ഓപ്പോസിറ്റായിട്ട് ശ്രീകൃഷ്ണ യൂസ്ഡ് കാർ, അതിൻ്റെ പുറകിലായിട്ടാണ് രഘുചേട്ടൻ്റെ കട ഉള്ളത്. ഊണ് മാത്രമാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലഞ്ച് ടൈമിൽ ഒരു 4 മണിക്കൂർ മാത്രമേ കട ഓപ്പൺ ആയിരിക്കത്തുള്ളൂ. 11:30 മുതൽ 3:30 വരെ മാത്രം. ഇവിടെ സെർവ് ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ ഡീറ്റെയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഡൈനിങ്ങിനേക്കാൾ കൂടുതൽ പാർസൽസാണ് ഇവിടുന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ എത്തുമ്പോൾ 12 മണി കഴിഞ്ഞെങ്കിലും കഴിക്കാനായിട്ട് ഇവിടെ ആരും കാണാനൊന്നുമില്ല. പക്ഷേ സ്റ്റാഫുകൾ പാർസൽ കണ്ടിന്യൂസ് ആയിട്ട് പാക്ക് ചെയ്തിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണത് കാണാൻ പറ്റുന്നുണ്ട്. ഊണും ചിക്കൻ്റെയും താറാവിൻ്റെയും ഓരോ കോംബോ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അതിനായിട്ട് പിന്നെ വെയിറ്റ് ചെയ്തിരുന്നു. ചിക്കനും താറാവും അല്ലാതെ ബീഫിൻ്റെയും പോർക്കിൻ്റെയും ഫിഷിൻ്റെ എല്ലാം കോംബോസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ആയിട്ടും കറി ആയിട്ടും നമുക്ക് ഇവിടുന്ന് മേടിക്കാം. എല്ലാ റെസ്റ്റോറൻറ്റിലും പോലെ വാഴയിലയിൽ തന്നെയാണ് ഇവിടെയും ഊണ് സെർവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ട്. നല്ല വാഴയിലയിൽ ഒരു സൈഡിൽ കുറച്ച് ബീട്രൂട്ടിൻ്റെ തോരനും പാവയ്ക്കയുടെ ഒരു സൈഡും ഇവിടെ വിളമ്പിയിട്ടുണ്ട്. അത് കൂടാതെ ഇവിടെ ടേബിളിൽ ഒരു ഭരണിയിലായിട്ട് നല്ല അച്ചാർ ഇരിപ്പുണ്ട്. അച്ചാർ കൂടാതെ ഈ 2 സൈഡ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പപ്പടമൊന്നും ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയില്ല കേട്ടോ. അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ ഫുഡൊന്നും റെഡി ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ സമയം ഏകദേശം 12:30 ആയിരുന്നു. അവർ കണ്ടിന്യൂസ് ആയിട്ട് അവിടുന്ന് പാഴ്സൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് അവരിനി പാഴ്സലും സെർവ് ചെയ്യണമെന്ന് അറിയത്തില്ല. ചോറും ബീട്രൂട്ടിൻ്റെ ഒരു തോരനും പാവയ്ക്കയുടെ ഒരു സൈഡ് കറിയും പിന്നെ അച്ചാറും, ഇത്രയാണ് നമുക്ക് അവിടെ നിന്നുള്ളത്. യൂഷ്വലി ഊണിൻ്റെ കൂടെ കിട്ടാറില്ല സാമ്പാറോ മീൻ കറിയോ ഒന്നും തന്നെ ഇല്ല. ആകെ കിട്ടിയിട്ടുള്ളത് മാമ്പഴ പുളിശ്ശേരിയാണ്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഊണിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ചിക്കൻ്റെയും താറാവിൻ്റെയും കറി വന്നിട്ടുണ്ട്. ഒരുപാട് വലിയ ക്വാണ്ടിറ്റി ഒന്നുമല്ല, കോമ്പോടെ ഇതായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാണ്ടിറ്റി ഉണ്ട്. വിഭവങ്ങൾ കുറവായിരുന്നെങ്കിലും കിട്ടിയതെല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു. ചിക്കനായിരുന്നെങ്കിലും താറാവായിരുന്നെങ്കിലും മാമ്പഴപ്പുളിശ്ശേരി ആയിരുന്നെങ്കിലും എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. ഐറ്റം എല്ലാം കിട്ടിയില്ല എന്ന് റിസപ്ഷനിൽ പറഞ്ഞെങ്കിലും പ്രൈസ് കുറഞ്ഞതൊന്നുമില്ല. എന്തായാലും ഞങ്ങളവിടെ നിന്ന് ഫുഡും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പുറത്ത് നല്ല മഴയായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ. താങ്ക് യു.